നെക്സ്റ്റ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ച ഒരു സെക്ഷനാണ്. നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും ഇതെല്ലാം. പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് നോൺ പോളാർ മോളിക്യൂൾ, എന്താണ് പോളാർ മോളിക്യൂൾ? ഇപ്പം നമ്മൾ ഒരു മോളിക്യൂൾ എടുക്കുക. ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിനകത്ത് കുറേ ആറ്റംസ് കാണും അല്ലേ? ഈ ആറ്റംസിനകത്ത് കുറേ പ്രോട്ടോൺസ് കാണും, കുറേ ഇലക്ട്രോൺസ് കാണും. പ്രോട്ടോണിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിന് എന്ത് ചാർജ്? നെഗറ്റീവ് ചാർജ്. ഈ പ്രോട്ടോണുകൾക്ക് എല്ലാത്തിനും കൂടെ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അതിനെയാണ് പോസിറ്റീവ് സെന്റർ എന്ന് പറയുക. ഇലക്ട്രോൺസിന് എല്ലാത്തിനും കൂടെ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അതിനെ നെഗറ്റീവ് സെന്റർ എന്ന് പറയും. ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു മോളിക്യൂൾ എടുത്താൽ അതിനകത്ത് കുറേ ആറ്റംസ് കാണും. ഈ ആറ്റത്തിനകത്ത് കുറേ പ്രോട്ടോൺസ് കാണും, കുറേ ഇലക്ട്രോൺസ് കാണും. ഈ പ്രോട്ടോൺസിന് എല്ലാത്തിനും കൂടെ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അതിനെ പോസിറ്റീവ് സെന്റർ എന്ന് പറയും. ഈ ഇലക്ട്രോൺസിന് എല്ലാത്തിനും കൂടെ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അതിനെ നെഗറ്റീവ് സെന്റർ എന്ന് പറയും. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ കേസിൽ ഈ പോസിറ്റീവ് സെന്ററും നെഗറ്റീവ് സെന്ററും ഡിഫറന്റ് പോയിന്റ് ആണെങ്കിൽ, പോസിറ്റീവ് സെന്റർ ഒരു മോളിക്യൂളിൽ ഇവിടെ ഇരിക്കുന്നു, നെഗറ്റീവ് സെന്റർ വേറൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ, ഈ നോക്കൂ, നിങ്ങൾക്ക് അറിയാം ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും സെയിം അല്ലേ? അപ്പൊ ഈ പോസിറ്റീവിന്റെ അളവും നെഗറ്റീവിന്റെ അളവും സെയിം ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു ഡൈപോൾ അല്ലേ? അപ്പോ ഇതിന് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ലേ? ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾ. അപ്പൊ പൊളാരിറ്റി ഉള്ള മോളിക്യൂൾ, അതാണ്. ആ മോളിക്യൂളിന് എന്ത് കാണും? പെർമനന്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് കാണും. ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു മോളിക്യൂൾ എടുക്കുക. ആ മോളിക്യൂളിനകത്ത് കുറെ പ്രോട്ടോൺസ് കാണും, കുറെ ഇലക്ട്രോൺസ് കാണും. ഇനി പ്രോട്ടോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ അളവും ഇലക്ട്രോണിന്റെ എണ്ണവും സെയിം ആയിരിക്കും. അപ്പോൾ പ്രോട്ടോണിനെല്ലാം കൂടെ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അതാണ് പോസിറ്റീവ് സെന്റർ. ഇലക്ട്രോൺസിനെല്ലാം കൂടെ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അതാണ് നെഗറ്റീവ് സെന്റർ. ഒരു മോളിക്യൂളിലെ ഈ പോസിറ്റീവ് സെന്ററും നെഗറ്റീവ് സെന്ററും ഇതുപോലെ ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ മോളിക്യൂളിന് പെർമനന്റ് ആയിട്ട് എന്തുണ്ടാവും? ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഡൈപോൾ മൊമെന്റ് കാണാൻ എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എടുത്താൽ പോരെ? അപ്പൊ അങ്ങനെയുള്ള മോളിക്യൂൾസിന് എന്ത് കാണും? ഒരു ഡൈപോൾ മൊമെന്റ് കാണും. ഇങ്ങനെയുള്ള ഈ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾ. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ വാട്ടർ, ഹൈഡ്രജൻ ക്ലോറൈഡ്, അമോണിയ, കാർബൺ മോണോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, മെത്തനോൾ, മീഥൈൽ ആൽക്കഹോൾ. അറിഞ്ഞൂടെ? അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ്. ഇനി ചില മോളിക്യൂൾസിന്റെ കേസിൽ ഈ പോസിറ്റീവ് സെന്ററും നെഗറ്റീവ് സെന്റർ ഒരേ പോയിന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഡൈപോൾ മൊമെന്റ് കാണാൻ നിങ്ങൾ തന്നെ പറയൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ചാർജ് ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് 0 അല്ലേ? അപ്പൊ ആൻസർ എത്ര വരും? ഡൈപോൾ മൊമെന്റിന്റെ ആൻസർ 0 വരും. അപ്പൊ ഡൈപോൾ മൊമെന്റ് 0 വരുന്ന ഈ മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾ. അതിന് എക്സാമ്പിൾ ആണ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ, മീഥൈൻ ഒക്കെ. അപ്പൊ വല്ല ബുദ്ധിമുട്ടും തോന്നിയോ? അപ്പൊ എന്താണെന്ന് പറയൂ. മൊത്തത്തിൽ ഒന്നുകൂടെ പറയും. സി, യു കൺസിഡർ എ മോളിക്യൂൾ. ഇൻ എ മോളിക്യൂൾ there will be protons, there will be electrons. Then protons will have a center of mass. We call it positive center. Electrons will have a center of mass. We call it negative center. In some molecules, the positive and negative centers coincide. So the dipole moment of such a molecule will be 0. That type of a molecule is known as non-polar molecule. But in some other molecules, the positive and negative centers do not coincide. So such molecules possess a permanent dipole moment. So these are known as polar molecules. Examples also you have to by heart. Once again, in a molecule, you consider a molecule. In a molecule, there will be protons and electrons. The protons will have a center of mass called as positive center. Electrons will have a center of mass called as negative center. In some molecules, the positive and negative centers coincide. So the dipole moment of such a molecule will be 0. That type of a molecule is known as non-polar molecule. In some other molecules, the positive and negative centers do not coincide. So such molecules possess a permanent dipole moment. Those molecules are known as polar molecules. So give examples of non-polar molecules: oxygen, carbon dioxide, hydrogen, nitrogen, methane, etc. Give examples of polar molecules: water, hydrogen chloride, ammonia, carbon monoxide, sodium chloride, methanol, etc. Okay.
So that's all about polar and non-polar molecules. Got it? Now we move to the next.